കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക മർത്തമറിയ വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ സർവശക്തിന്റെ മഹാകരുണ കൊണ്ട് നമുക്ക് ഏവർക്കും ഒരുമിച്ച് വരുവാൻ സാധിച്ചുവല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല, നിന്റെ മഹാകരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 18-19 വാക്യങ്ങൾ നമ്മൾ വായിച്ചുവല്ലോ. ഒരുമിച്ച് സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവെ നയിക്കണമെന്ന് അപേക്ഷിക്കുവാനുമായി ഓപ്പണിംഗ് പ്രയർ നടത്താനും ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ അഭ്യർത്ഥന. പ്രാർത്ഥിക്കാം. ബാറക്കുമാർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി, ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന മുഖാന്തരങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. നിന്റെ കൃപയിൽ ബലപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കും, നീ അത് കേൾക്കുകയും ഞങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ദൈവമാകുന്നു. ഞങ്ങൾ അപേക്ഷകളെയും യാചനകളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കും. കൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരും. രോഗികൾ, ദുഃഖിതർ, പ്രയാസം അനുഭവിക്കുന്നവർ, പീഡിതർ എല്ലാവരെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യൗവനക്കാർ എല്ലാവരെയും കാത്ത പരിപാലിക്കണമേ. ദുഷ്ടനിൽ നിന്നും പൈശാചികളിൽ നിന്നും വിടുവിക്കണമേ. നിന്റെ ഹിതവും നിന്റെ കൃപയും നിന്റെ നന്മകളും പിൻപറ്റി ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. ലോകത്തെ മുഴുവനായി അനുഗ്രഹിക്കണമേ. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. നിന്റെ നാമം ഉയർത്തപ്പെടുവാനും അത് അനേകർക്ക് നന്മയ്ക്കായി തീരുവാനും തക്കവണ്ണം ഇടയാകണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ നയിക്കുന്ന അഭിമന്യ മെത്രാപ്പോലീത്തായി അനുഗ്രഹിക്കണമേ. ഇതിന് ചുക്കാൻ പിടിക്കുകയും പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ ഇടവുകളെ അനുഗ്രഹിക്കണമേ. ഇടവ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടിവരവ് അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി തീരണമേ. വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. ദൈവത്തിന്റെ ധന്യനാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും എല്ലാ കൊച്ചുമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഡിട്രോയിറ്റ് റീജിയനാണ് പ്രാർത്ഥന നയിക്കുന്നത്. ആ റീജിയനിലെ എല്ലാ ദൈവാലയങ്ങളെയും വൈദിക ശ്രേഷ്ഠൻ ജേക്കബ് അച്ഛൻ, പിസി ജോർജ് അച്ഛൻ, ജെറി ജോൺ അച്ഛൻ, ജെയിംസ് ചെറിയാൻ അച്ഛൻ, എല്ലാ അച്ഛന്മാരും അച്ഛന്മാരും മർദ്ദപുരീസന്മാരും ഭാരവാഹികൾ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ഡിവോഷൻ മെസ്സേജ് തരാനിരിക്കുന്ന അച്ഛൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരുന്നതാണ്. പ്രിയപ്പെട്ട ഷാൻഡി ജോൺ പാട്ട് പാടുന്നത്. ഷാൻഡി ജോൺ പാട്ട് പാടുന്നു. കേൾക്കാവോ? സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണശ്രേയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചു ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹീമം പോൽ
നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ അനുദിനം രക്ഷകൻ തോന്നി ശുദ്ധിയാൽ നടന്നിടുന്നത് ക്രൂശിറിയ വിശ്രാമം നാഴിക തോറുമേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹേമമ്പോ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കർത്തൻ വാരാവിൻ നിന്നങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണും പുറത്ത് വട്ടം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചു കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹേമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പാപക്കാര ഏറ്റ അങ്കി നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം ജീവനിൽ ഒഴുകുന്നു അശുദ്ധക്കാർ കുളിച്ചു ശുദ്ധിയായിടുക കുളിച്ചു കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹേമം പോലെ കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ശുദ്ധിക്കായി നീ യേശുസമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണ ഈ നിമിഷം തന്നിൽ വെച്ചു കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹേമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ആമേൻ. താങ്ക് യു. പ്രിയപ്പെട്ട ശാന്തി ജോണിനെയും കുടുംബത്തെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ ശുദ്ധീകരണം തമ്പുരാൻ ആഗ്രഹിക്കുന്നല്ലോ. നമ്മുടെ ശുദ്ധീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ജോൺ ശങ്കരപ്പൻ ശമാസിനെയും ഡെനിക്കോച്ചിനെയും ഇതോടൊപ്പം പ്രാർത്ഥനയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബൈബിൾ റീഡിങ്ങിന്റെ സമയമാണല്ലോ. എല്ലാവരും വേദപുസ്തകം തുറന്നു വയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കണമേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യർ chapter 3 verses 12 to 25. പ്രിയപ്പെട്ട മെറീന തോമസ് ആണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട മെറീന വായിക്കുന്നു. Therefore, as the elect of God, holy and beloved, put on tender mercies, kindness, humility, meekness, long-suffering, bearing with one another and forgiving one another. If anyone has a complaint against another, even as Christ forgave you, so you also must do.
But above all these things, put on love, which is the bond of perfection. And let the peace of God rule in your hearts, to which also you were called in one body, and be thankful. Let the word of Christ dwell in you richly in all wisdom, teaching and admonishing one another in psalms and hymns and spiritual songs, singing with grace in your hearts to the Lord. And whatever you do in word or deed, do all in the name of the Lord Jesus, giving thanks to God the Father through him. Wives, submit to your own husbands as is fitting in the Lord. Husbands, love your wives and do not be bitter toward them. Children, obey your parents in all things, for this is well pleasing to the Lord. Fathers, do not provoke your children, lest they become discouraged. Bond servants, obey in all things your masters according to the flesh, not with eye services as men pleasers, but in sincerity of heart, fearing God. And whatever you do, do it heartily, as to the Lord and not to men, knowing that from the Lord you will receive the reward of the inheritance, for you serve the Lord Christ. But he who does wrong will be repaid for what he has done, and there is no partiality. Barak more. മരീന തോമസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അച്ഛൻ കൗമ പ്രാർത്ഥനയും പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ മറിയമേ, തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പാറക്കുമാർ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹ, നിന്റെ സ്ലീബായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലതു കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പിറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹായ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ശ്രീകൊച്ചുമയുടെ പാപ്പായി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഈ കുമ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല, നമ്മളിരിക്കുന്ന ചുറ്റുപാടുകളും അതിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്തും അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥനയാവുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥന തുടരാം. ഒരു പാട്ടാണ്
Thank you. ഇത് പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകൾ ദയവായിട്ട് മ്യൂട്ട് ചെയ്യണമേ എന്നൊരു സ്നേഹത്തോടെ ഒരു അപേക്ഷയുണ്ട്. ആരൊക്കെയോ അൺമ്യൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ദയവായി മ്യൂട്ട് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ആശ വർഗീസാണ് പാട്ട് പാടുന്നത്. ആശ പാട്ട് പാടുന്നത് കേൾക്കാമോ? കേൾക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമായി, തൻ്റെ മാർവിൽ ദിനം ദിനമായി, സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമായി, തൻ്റെ മാർവിൽ ദിനം ദിനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടുമ്പോൾ I'm good. How are you? എനിക്കേറ്റമടുത്ത തുണയായി, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റമടുത്ത തുണയായി, ഘോരവൈരിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. പാപത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പാപത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടുന്നൊരിടി പിണരാൽ തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സഹായശൈലമവൻ സംഗീതവും കോട്ടയും താൻ, സഹായശൈലമവൻ സംഗീതവും കോട്ടയും താൻ, വൻ കരുതലിൽ നയിച്ചിടുമേ, തൻ കരുണ ബഹുലമഹോ, തൻ കരുണ ബഹുലമഹോ.
സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. വരയ്ക്കുമോ അമ്മേ? പ്രിയപ്പെട്ട ആശാ വർഗീസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ച് സ്തുതിക്കാൻ സാധിച്ചുവല്ലോ. ഇപ്പോഴേ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വചനം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അധികം ആവശ്യമാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അധികം ആവശ്യമാകുന്നുവല്ലോ. ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകുവാനും ശുദ്ധീകരണത്തിനും സംരക്ഷണത്തിനും ഇടയാകുവാനും ഹാജരല്ലാത്തവർക്കും പ്രസന്റ് അല്ലാത്തവർക്കും അനുഗ്രഹമാകേണ്ടതുമാകുന്നുവല്ലോ. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട ജിതിൻ സക്രിയ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വന്യനായ ജിതിൻ സക്രിയ അച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈനംദിനമുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതായ ഡെയിലി പ്രേയേഴ്സ് എന്ന് പറയുന്ന ചില പ്രാർത്ഥനകളുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളുണ്ട്, യാമപ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾക്കൊന്നും ഒരു കുറവുമില്ല. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്, പ്രാർത്ഥിക്കാൻ നമുക്ക് സ്വയം പ്രാർത്ഥിക്കാനുള്ള കഴിവുകൾ നമുക്കുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥനകൾക്കൊക്കെ ജീവിതത്തിൽ എന്ത് സ്ഥാനമുണ്ട്, ജീവിതത്തിന് എന്ത് മാറ്റം വരുത്തുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട സമയങ്ങളും ഒക്കെയാണ് നമ്മൾ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെയാണ് കേൾക്കുന്ന വചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആദ്യം മുതൽ നമ്മളെ വഴി നടത്തിയത് ദൈവത്തിന്റെ വചനമാണ് എന്ന് ബോധ്യപ്പെടാനും നമുക്ക് കഴിയണം. നമ്മളെ വഴി നടത്തുന്ന മുഖാന്തരങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജിതിൻ അച്ഛനാണ്. I know, Achan, you are very busy these times with the consecration of the church and your work and different things. But yet, your presence today does mean very much to us. അച്ഛൻ്റെ സാന്നിധ്യം വളരെ സന്തോഷകരമായി ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ്റെ തിരക്കുകൾക്കിടയിലും അച്ഛൻ നമ്മളോട് അല്പസമയം പങ്കിടാനായിട്ട് വന്നു. പ്രിയപ്പെട്ട അച്ഛനെ എല്ലാവർക്കും പരിചയമുണ്ട്, ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട അച്ഛൻ കാൻസസ് സിറ്റിയിൽ ഇപ്പോൾ താമസിക്കുന്നു. അവിടുത്തെ പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ വൈസ് പ്രസിഡന്റായി പ്രിയപ്പെട്ട അച്ഛൻ വൈസ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. അതുപോലെ എല്ലാ മേഖലകളിലും അച്ഛൻ്റെ സാന്നിധ്യം, ചാപ്ലിൻ ഇൻ എ ഹോസ്പിസ്, അങ്ങനെ വിവിധ മേഖലകളിൽ അച്ഛൻ ആളുകളുമായും ഇടവകളുമായും സഭയ്ക്ക് വേണ്ടിയും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ സമയം കണ്ടെത്തുന്നു. അച്ഛൻ ഇന്ന് നമ്മോട് ദൈവവചനം നൽകാം എന്ന് സമ്മതിച്ചു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ on behalf of the DSWA MMVS, I do welcome Achan for today's message. May God bless you, Achan. Thank you. Thank you, Acha. Glory be to the Father, and to the Son, to the Holy Spirit, now and always, and unto the ages of ages. Amen. Dearly respected Ebi Achan, and my dearly beloved in Christ, first and foremost, I'm very happy to speak to all of you today, especially with the MMBS. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു പുരോഹിതനായ ശേഷം ആദ്യമായിട്ടാണ് ഒരു MMBSന്റെ ഒരു പ്രേയറിന് വേണ്ടി ഞാൻ പങ്കെടുക്കുന്നത് തന്നെ. സോ ഒരുപാട് സന്തോഷം. I'm very happy to be a part of this fasting prayer for today. I'm actually in Detroit, so please forgive me. I'm actually in Detroit for the ഇപ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ സൺഡേ സ്കൂൾ വൈസ് ഡയറക്ടറാണ് മിഡ് വെസ്റ്റ് റീജിയന് വേണ്ടി.
So I'm here for the admin meeting. So ഈ admin മീറ്റിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ചെലവഴിക്കുന്നേ ഉള്ളൂ. So I'm very happy to be a part of this fasting prayer. Today, I just wanted to focus, just to take a few minutes to focus on the gospel according to St. Luke, chapter 13, verses 22 to 35. And അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ഒരു വേഴ്സ് ഉണ്ട് ആക്ച്വലി, and it's ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. And what that means is strive to enter through the narrow door. And so many will try. Many will try to strive through that narrow door, but not all will be able. And it's not enough to be near Jesus, to hear him, to be around the church. He says that some will even say, we ate and drank in your presence, yet he will respond, I do not know you. And അത് കേൾക്കുമ്പം തന്നെ കുറച്ച് ഹാർഷായിട്ട് നമ്മൾ തോന്നും. But they are words of love meant to wake us up from that spiritual sleep. അപ്പം ആദ്യമേ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ ഇടുങ്ങിയ വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? What is this narrow door? And that is basically the life of repentance. That's the life of humility. That's the life of obedience and love. And not just that, it's the way of Christ, not in name only, but in our daily lives. But God in his mercy, he does not leave us alone to struggle through that narrow door. He gives us that greatest help. And അതിനെക്കുറിച്ച് കുറച്ചും കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വചനം ഞാൻ സെലക്ട് ചെയ്തത്. അത് വിശുദ്ധ കുർബാനയെ പറ്റിയാണ്. That's what I wanted to associate this Bible verse to. So we know that at every Holy Kurbana, അത് ഏത് ദിവസമായാലും, at every Holy Kurbana, heaven and earth meet. നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. The altar becomes the throne of God, and the narrow door opens before us. And നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, when the priest waves his right hand over the body and then over the blood, he says something very particular. He says, so that by his indwelling may the Holy Spirit make this bread the life-giving body, the redeeming body, and the body of Christ our God. And then he says also over the blood, he says, may the Holy Spirit perfect this cup into the blood of the new covenant, the redeeming blood, and the blood of Christ our God. അതൊരു സിമ്പിളായിട്ട് കാണുന്നത്. It's not just a symbol. It's a mystery. അതൊരു രഹസ്യമാണ്. It's a reality. And in that moment, the very presence of the narrow door, and ഇടുങ്ങിയ വാതിൽ എന്ന് പറഞ്ഞാൽ Christ himself is among us. And then what does he do? He doesn't push us away. You know, he's inviting us, saying, എന്താ പറയുന്നത്? Take, eat, this is my body. Drink of this, all of you, this is my blood, for the remission of sins and for life, for eternal life. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. Throughout every Holy Kurbana, whenever we attend Holy Kurbana, we always hear this, and it's very much something that we hear all the time. പക്ഷേ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്, and that's one that reflects this Bible passage for today. നാം ഓരോരുത്തരും, especially all of us as clergy, as lay people, all of us who attend the Holy Kurbana, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വിശുദ്ധ കുർബാനയെ അപ്രോച്ച് ചെയ്യുമ്പോൾ, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന സമയത്ത്, we should not approach in a careless manner or a routine manner. ഇതൊരു റൂട്ടീനായിട്ട് നമ്മൾ കാണരുത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കൽ പോലും we should not approach Holy Kurbana as, oh, ഇത് ജസ്റ്റ് ഞായറാഴ്ച ചെയ്യുന്ന കാര്യമാണ്, ഞാൻ പങ്കെടുക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഓ ഈ ഒരു ദിവസം കുർബാനയുണ്ട്, ഞാൻ ജസ്റ്റ് പോകുന്നേ ഉള്ളൂ. അല്ല, ഇതിൻ്റെ പുറകിൽ ഒരുപാട് തയ്യാറെടുപ്പുണ്ട്, ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. From the night before to the end of Kurbana, and then continuing until the next Kurbana. And so before the Holy Kurbana, നമ്മൾ ചൊല്ലും, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. We sing that 3 times, the Trisagion. We sing that 3 times. We chant that 3 times. And that reminds us that you and I are standing in the presence of the Holy Trinity. And when we think about നമ്മൾ സമാധാനം കൊടുക്കുന്ന സമയത്ത്, the kiss of peace, that is inviting us to reconcile with our neighbor. അതെല്ലാ കുർബാനയ്ക്കും സംബന്ധിക്കുന്നതാണ്. So the kiss of peace invites us to reconcile with our neighbor because the love for God cannot exist without what? Love for one another. പരസ്പരം തമ്മിൽ സമാധാനം കൊടുക്കണം. And not only that, the Nicene Creed. The Nicene Creed reaffirms our faith because entering the narrow door requires both the right belief and also the right living. And during the anaphora, the church is bringing all of our prayers, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ പ്രതീക്ഷകൾ, we take that all to God and we offer everything in thanksgiving, just as Christ offered himself for us, for humanity. And then sometimes the priest would call out, ഈ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. Holy things are for the holy and the pure. അത് പറയാൻ കാരണം, he's not, the priest is not excluding us, right? He's calling us to examine ourselves. നമ്മൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ have we made peace? മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ സമാധാനം കൊടുക്കുന്നുണ്ടോ? Have we confessed? കുമ്പസാരിച്ചിട്ടുണ്ടോ? Have we humbled ourselves? Are we striving to be among those who truly know Christ? Not just by hearing about him, but by receiving him with a heart full of transformation, that desires transformation. And ഇതിലെ ഒരു വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ, even though the door is narrow, the altar is wide open. And even though നമുക്കറിയാം നമുക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്, every time, and even though we fall short, God raises us up. And so the Holy Qurbana, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, the Holy Qurbana is not a reward for the righteous, rather it is healing for the broken. It's strength for the weak. It's a taste of the kingdom here and now. So my beloved in Christ, എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇടുമി വാതിൽ, the narrow door is not a future event. It's a present invitation. It's an invitation that we continually receive. And the Holy Qurbana is where that door is opened. So that door is opened week after week. അനുതാപത്തിലൂടെ, right? Unity and the mystery of the Holy Eucharist. So let's not be content to say, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിൽ, let's not be content to say നമ്മൾ പള്ളിയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിലാണ്, we were at church, ഞങ്ങൾ പള്ളി പോയിരുന്നു. Rather, let's become the church, right? Let's live in such a way that Christ is recognizing us. നമ്മുടെ അറ്റൻഡൻസിലൂടെ അല്ല, നമ്മൾ പള്ളിയിലോട്ട് വരുന്നത് അറ്റൻഡൻസിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയല്ല, but by our hearts, by our love, and by our transformed lives. That's what we need to seek out. That's what we need to strive towards. And so I pray that each Holy Qurbana that you attend, that we participate, that it becomes a step through the narrow door, and that leads us to the eternal feast in the kingdom that has no end. ഞാൻ ഇനിയും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, strive as much as you can. Strive to enter through that narrow door. Do what you can. Participate in the Holy Qurbana. And not just participate, like I said, in attendance alone. You're attending to be present. You're attending for God. You're attending because God is present. It is in our midst. And so that is a part of our lives as followers of Christ, as Orthodox Christians.
So I pray that we continue to be reminded of the importance of the Holy Kurbana, and that not through words, but through our actions, through our daily lives, the Holy Kurbana is within us. May all glory, honor, and worship always be to the Father, and to the Son, and the Holy Spirit, now and always, and to the age of ages. Amen. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം അറിയേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതവും ഒക്കെ നമ്മുടെ സാന്നിധ്യങ്ങൾ അറിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. എന്താ നമ്മുടെ സാന്നിധ്യം? എന്താ നമ്മൾ അറിയുന്നത്? എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം ഈ സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, നമ്മൾ കുർബാന അറിയുന്നു, അനുഭവിക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. ഒരാഴ്ച പള്ളി അടഞ്ഞു കിടക്കുന്നു. അവിടെ എന്താ നടക്കുന്നത്? ഇങ്ങനൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്, ത്രോണോസിൽ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും അത് നിരന്തരമായും എന്നും ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് ലിവിങ് ഓൾട്ടർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഡെഡ്. നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് വിട്ട് കളയുന്നത് പോലെ വിട്ട് കളയുന്നതൊന്നല്ല. ദ ഓൾട്ടർ ഇസ് പ്രേയിങ് എവറി ടൈം. നമ്മൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനകളും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാകാത്ത ഒരു കാര്യം, എപ്പോഴാണ് നമ്മൾ കുർബാനയ്ക്ക് പേര് കൊടുക്കേണ്ടത് എന്ന് ചില ആളുകൾ ചോദിക്കണം. ഏത് സമയത്ത് വേണം? കുർബാന തീരുന്നത് വരെ ഇങ്ങനെ പേരുകൾ കൊടുക്കുന്ന ഒരു രീതി പലയിടങ്ങളിലും ഒക്കെ ഉണ്ട്. പട്ടക്കാരൻ തുയോബോയ്ക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ ആ പേരുകൾ ഓർത്തു തുടങ്ങും. പല ഘട്ടങ്ങളിലും പേര് ഓർത്തു തുടങ്ങും. അതുകൊണ്ട് അവസാനമല്ല, അവസാനം വന്ന എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി എന്നൊരു തോന്നൽ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല. അച്ഛൻ പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദർ ഇസ് എ പ്രിപ്പറേഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഓടി വരുമ്പോൾ കിട്ടുന്ന ഒന്നല്ല ഇതൊന്നും. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്ന് അയക്കാം എന്ന് വിചാരിച്ചുള്ളതല്ല. ദർ ഇസ് എ പിൽഗ്രിമേജ്. നമ്മൾ എത്ര ഒരുങ്ങും. വാട്ട് ഓൾ പ്രിപ്പറേഷൻസ് വി ഡു ഫോർ എ പിൽഗ്രിമേജ്. നമ്മൾ അതിനുവേണ്ടി നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പോയി അനുഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വി ആർ ഹെവൻലി പിൽഗ്രിംസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് ജോൺ മനിയൻ പിൽഗ്രിംസ് പ്രോഗ്രസ്. അതിൻ്റെ അകത്ത് പറയുന്നത് പോലെ നമ്മൾ ഓരോ യാത്രകളും എത്രമാത്രം ശ്രദ്ധയോടെയാ കൈകാര്യം ചെയ്യുന്നത്. ആ യാത്രകൾ പോലെ തന്നെ ജീവിതയാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് വിശുദ്ധ ബലി. അതുകൊണ്ടാണ് പട്ടക്കാരൻ പ്രാർത്ഥനയുടെ അവസാനം ആശീർവാദം കൊടുക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വഴിയാഹാരം എന്ന് പറയുന്നത്. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്ന ആഹാരമാണ്. നമ്മൾ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. അത് നോട്ട് ഫോർ ദ നെയിം സേക്ക്. അച്ഛൻ പറഞ്ഞതുപോലെ നോട്ട് ഫോർ നെയിം സേക്ക്. പള്ളിയിൽ പോയി കുർബാന അനുഭവിച്ചേക്കാം. അച്ഛൻ ഹുസോയെ കൊടുക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ പോയി നിന്നേക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അങ്ങനെയല്ല. നമ്മൾ എത്ര ഗൗരവത്തോടെ, ഹൗ സീരിയസ്ലി വി ആർ ടേക്കിംഗ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അത് മാറണം. എങ്കിലേ വിശുദ്ധ കുർബാനയുടെ അർത്ഥം നമുക്ക് പൂർണ്ണമാകുകയുള്ളൂ. അത് നമുക്ക് കൃപയുടെ അനുഭവമായി മാറുകയുള്ളൂ. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് എത്ര ശ്രേഷ്ഠതയോടെയാണെന്നും അത് എവിടേക്കാണ് പോകുന്നതെന്നും നമ്മൾ വാങ്ങി പോകുന്നവരെ കുറിച്ച് പറയുമ്പോഴും പറയുന്നില്ലേ, കർത്താവെ ഇവരുടെ ദേഹം നാശത്തിന് വിട്ടുകൊടുക്കരുത്. എന്താ അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്? എന്താ? നിന്റെ തിരുശരീര രക്തങ്ങൾ. അതൊരിക്കലും നശിച്ചു പോകുന്നതല്ല. നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതും നിത്യമായി നമ്മളെ പരിപാലിക്കുന്നതും ഒക്കെ അതാണ് എന്നുള്ള ബോധ്യം. അതാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ബലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഇന്നത്തെ ഈ വചനങ്ങൾ വളരെ അർത്ഥപൂർണമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക്
എല്ലാ നന്ദിയും എല്ലാ സ്നേഹവും അറിയിക്കട്ടെ. നമുക്ക് ലഭിച്ച ഈ വചനങ്ങൾ നമ്മുടെ വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ ബന്ധം, എനിക്ക് തോന്നുന്നു ഇത് അച്ഛൻ വളരെ നട്ട്ഷൽ അത് നമുക്ക് വളരെ ഒരു 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 ചെറിയ ക്രീമി ഫോം ആയിരുന്നു. ഒരു ചെറിയ ഒരു നട്ടിന്റെ അകത്ത് നമുക്ക് കിട്ടിയ ചെറിയൊരു ഫോമാണ്. ഇത് ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. മണിക്കൂറുകൾ, ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അച്ഛന് മറ്റൊരവസരത്തിൽ എനിക്ക് തോന്നുന്നു പിന്നെ അച്ഛന് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം എന്തായാലും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബഹുമാനപ്പെട്ട അച്ഛൻ സക്കറിയ അച്ഛനെ, അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുർബാനയ്ക്കായിട്ട് പോകുമ്പോൾ ഒരുങ്ങി അന്യോന്യം സമാധാനം കൊടുക്കാനും വിശുദ്ധിയോടും വെടുപ്പോടും കൂടി സംബന്ധിക്കുവാനും ഓരോ കുർബാനയും അടുത്ത എത്ര നാൾ ഇനി ആയുസ്സുണ്ടെന്ന് അറിയില്ല. ഓരോ ദിവസവും ഇടുക്കുവാതിൽ കൂടെയുള്ള പ്രവേശനത്തിനായിട്ട് ഈ കുർബാനയെ കണക്കാക്കി ഒരുങ്ങി പോകാനായിട്ട് കൂടുതൽ ശ്രമിക്കുവാൻ ഞങ്ങളെ കൃപ തരണമേ. ദൈവത്തിന്റെ കൃപയോടുകൂടി മാത്രമേ ഈ ഓരോ സ്റ്റെപ്പും സാധിക്കുള്ളൂ. അത് ഏറ്റവും കഴിയുന്നത്ര ശ്രമിക്കാൻ അതിനുള്ള കൃപ തരണമേന്ന് ദൈവത്തോട് യാചിക്കുന്നു. വളരെ വളരെ അനുഗ്രഹകരമായി തോന്നുന്നുണ്ട്. നമ്മൾ ആ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം അതിനൊരു ആവേശം തോന്നുകയല്ല, അനുദിനം ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ആഴ്ചവട്ടം മുഴുവൻ ഒരുങ്ങി ഒരു കുർബാനയിൽ പ്രവേശിച്ച് ജീവിതത്തിന്റെ ശേഷിക്കുന്ന സമയം അത് നിത്യത അവകാശമാക്കാൻ സഹായമാകണമെന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. മനസ്സും ശരീരവും കൊണ്ട് ആത്മാവും കൂടി ഒരുങ്ങി പോകാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും ഒരുമിച്ച് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കുന്നതിന് ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് ഇവാനിയോസ് തിരുമേനി സമർപ്പിക്കുന്നു. യേശുവിനെ ഭംഗിയായി നയിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് കൃപ കൊടുക്കണമേ. എല്ലാ അഭിഷിക്തരെയും, അച്ഛന്മാരെയും ചമാശന്മാരെയും അതുപോലെ സിസ്റ്റർമാർ, ഇടവക പുരോഹിതന്മാര്, ആൾട്ടർ ബോയ്സ്, എല്ലാ ആത്മീയ സംഘടനയുടെയും നേതാക്കന്മാർ, ഭർത്തൃ സമാജ ഭാരവാഹികൾ, ദൈവ വേലയ്ക്കായിട്ട് വേർതിരിച്ചവർ, അവരവരുടെ ജോലിയിൽ ഇരുന്നുകൊണ്ട് ദൈവവേല ചെയ്യുന്നവർ എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. വ്യക്തിക്ക് ഉള്ള സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, ഇടവകയുടെ സമാധാനം, സഭയുടെ സമാധാനം, ലോകത്തിന്റെ സമാധാനം, രാഷ്ട്ര നേതാക്കൾക്ക് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും, പ്രത്യേകിച്ച് വൈമോല്യച്ചനെ സമർപ്പിക്കുന്ന എല്ലാ സിക്കായിരിക്കുന്ന അഭിഷിക്തരെയും അന്മാരെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സിജി കൊച്ചമ്മയുടെ പിതാവിനെ സമർപ്പിക്കുന്നു. സിസി ജോർജ്, അജീന കഴിഞ്ഞ 7 വർഷമായിട്ട് ഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്ന 26 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട മകളാണ്. ഇപ്പോൾ കഠിനമായിട്ടുള്ള വിഷമത്തിലാണ് ആ മകളെ സമർപ്പിക്കുന്നു. നീന, സൂസൻ, എലിസബത്ത്, ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന 2 പേരുണ്ട്. റബേക്കയുടെ ഒരു കസിൻ എലിസബത്ത് വർഗീസ്. ഷാനുവിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, അരുണിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, സാമിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അതേസമയം ഇതുവരെ സൗഖ്യം പ്രാവശ്യം എല്ലാവർക്കും സ്തോത്രം പറഞ്ഞുകൊണ്ട് സൗഖ്യമായിരിക്കുന്നവർക്കും ഇനി സൗഖ്യമാകാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പിള്ളകൾ വണക്കിരിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിലുള്ള രോഗാവസ്ഥയിൽ, വിവിധ രോഗാവസ്ഥയിലുള്ള മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ സമയത്ത് എല്ലാ സെമിനേറിയൻസിനെയും സെമിനാരിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ സെമിനേറിയൻസിനെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജോജി മാത്യു അച്ഛൻ്റെ മകൻ ജോയൽ ജോജിക്ക് വേണ്ടി നമ്മൾ ഒരു വർഷം മുഴുവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ആ മകന് സൗഖ്യം ലഭിച്ചതുമാണ്. അടുത്ത സമയത്ത് വീണ്ടും ഒരു റെക്കറൻസ് ഉണ്ട്. ബയോപ്സി റിപ്പോർട്ടിൽ ഒരു റെക്കറൻസ് കാണുന്നു. വീണ്ടും ആ മകന് കീമോതെറാപ്പി, ഇമ്യൂണോതെറാപ്പി ഒക്കെ ആവശ്യമായിട്ടിരുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അതിൻ്റെ വിദഗ്ധ അഭിപ്രായം വീണ്ടും ആവശ്യമാണ്. ആ മകന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
സെമിനേറിയൻസ് ആയിരിക്കുന്ന മറ്റു മക്കളെയും ജിതിൻ ജോയ്, ഏബൽ, ബെനി, ഡീക്കൻസ് എല്ലാവരെയും സമർപ്പിക്കുന്നു. അതോടൊപ്പം ഡീക്കൻ സോളമൻ, ഡീക്കൻ റയൻ, ഡീക്കൻ മാത്യു എല്ലാ മക്കളെയും ദേവസേനയിൽ സമർപ്പിക്കുന്നു. സർജറി ആയിരുന്ന ബാബു പുതുക്കാരൻ, രേണു ഇവരെ സമർപ്പിക്കുന്നു. അതേപോലെ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ആര്യ, ഇസ്ഹാഖ്, സൂസൻ ഇവരെയും സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കുഞ്ഞുങ്ങള് അവർക്ക് ദൈവ ഈ വഴി എന്താണെന്ന് അറിയാതെ ദിവസവും വായന, പ്രാർത്ഥന, ദൈവാലയ ആരാധന, കൂദാശകൾ ഇതൊന്നും പ്രാധാന്യം അറിയാൻ വയ്യാതെ വിഷമിക്കുന്നവര്, ലഹരി, ഇന്റർനെറ്റിന്റെ എല്ലാം അധീനതയിലായി. അതിന്റെ നല്ല ഗുണങ്ങൾ, ഇന്റർനെറ്റിന്റെ നല്ല വശങ്ങൾ മാത്രമല്ല, അതിന്റെ വശമായ വശങ്ങളിൽ പോയി വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ ഭാവി അറിയാൻ വയ്യാതെ വിഷമിക്കുന്നവര്, അവരുടെ പഠനം അല്ലെ അവരുടെ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോകുന്ന കുഞ്ഞുങ്ങള്, എൻട്രൻസ് എക്സാം എഴുതുന്നവരുണ്ട്, പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തവരുള്ള കുഞ്ഞുങ്ങൾ അനേകരുണ്ട്. എല്ലാവരെയും കണ്ണീരോടെ സമർപ്പിക്കുന്നു. കുഞ്ഞുമക്കളായിട്ടുള്ള എല്ലാവരും ദേവസേനയിൽ സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നവർക്ക് ശുദ്ധീകരണമാകാനും കുഞ്ഞുങ്ങൾക്ക് ശുദ്ധീകരണമാകാനും സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ആര്യ, ഇസാഖ്, സൂസന്, അതുപോലെ തന്നെ ആൻമാർ 2 പേര്, എലിസബത്ത്, ആൽബിറ്റ്, ലോറൻസ്, ഹാന, കാരളിൻ, ധാരാളം മക്കളുണ്ട്. അതേപോലെ ധാരാളം അനുഗ്രഹിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിലുള്ള കുഞ്ഞുങ്ങളെ ദേവസേനയിൽ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭയം കൊണ്ട് സൂയിസൈഡ് ടെൻഡൻസി, ഡിപ്രഷൻ ഒക്കെയുള്ള മക്കളെ മാനസികമായും ശാരീരികമായും ഉള്ള വിഷമങ്ങളിലിരിക്കുന്ന എല്ലാ മക്കളെയും ദേവസേനയിൽ സമർപ്പിക്കുന്നു. ബർത്ത്ഡേസ് ആയവരെ, വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള മക്കളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സിദ്ധാർത്ഥ നവാനെ സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച മീഘ വിക്ടോറിയ, ജസ്ലി എൽച്ചു ഇവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഷിനൻ, ജസ്മി, അതുപോലെ ഹരി, റേഞ്ചു ഇവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബാപ്റ്റിസം ആയിരുന്ന ആനിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ന്യൂ ബോൺ ആയ മൈക്കിൾ കുന്നത്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ഫാമിലിയിലേക്ക് ആ കുഞ്ഞിനെ വെൽക്കം ചെയ്യും. ചർച്ച് റീകൺസ്ട്രക്ഷൻ ആയിരിക്കുന്ന കാൽഗറി, എഡ്മണ്ടൺ, ഹ്യൂസ്റ്റണിലെ, ഡിട്രോയിറ്റിലെയും സെയിന്റ് ഗ്രിഗോറിയോസ് ചർച്ചസ്, എല്ലാ റീകൺസ്ട്രക്ഷൻ ചർച്ചസിനെ സമർപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായ റീകൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാനും ദൈവരാജ്യം മഹത്വത്തിനായിട്ട് ആരാധന ഏറ്റവും പ്രധാനമാണ്. അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പൂർത്തിയാക്കി, പള്ളിയുടെ റീകൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി, ജനങ്ങൾ ആരാധനയിൽ പ്രവേശിച്ച് കുർബാനയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം, ആരാധനയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് അത് മനുഷ്യരുടെ, ജനങ്ങളുടെ എല്ലാവരുടെയും നിത്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ വിഷമിക്കുന്ന മക്കൾ, പെർസിക്യൂഷനിൽ വിഷമതയുള്ളവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്ന എല്ലാ മക്കളെയും ദിവസങ്ങളിൽ സമർപ്പിക്കുന്നു. സുശേഷ വേലയിലിരിക്കുന്നവര്, പാലിയേറ്റീവ് കെയർ യൂണിറ്റിലായിരിക്കുന്നവര്, ജയിൽവാസം കുറ്റം ചെയ്തും അല്ലാതെയും ജയിൽവാസത്തിലിരിക്കുന്ന അനേകം മക്കള്, വോളണ്ടറി സംഘടനകൾ, ആശ്രയ കാരുണ്യ സംഘടനകൾ, അവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം ദിവസങ്ങളിൽ സമർപ്പിക്കും. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന മക്കളെ കൃത്യമായി സമർപ്പിക്കുന്നു. യഹോവയാൽ അസാധ്യമായ ഒന്നുമില്ല നമുക്കറിയാം. ആൽബി കൊച്ചുമയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദീപ കൊച്ചുമ, റിൻസി, ജിൻസി, സ്റ്റെഫാനി, പ്രിൻസി, പ്രിയ, രചന, രാജി, അനേകം മക്കൾ ഉണ്ട്. നിങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ച സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ദൈവരാജ്യമഹത്വത്തിന് വളർത്തിക്കൊണ്ടുവരാൻ അവരെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ക്ഷേമ, താര, മിന്നു, വിനീത, ബിന്ദു, ചീന, ടിജ, നിക്കോൾ, ജോജി, ലീന, ടാഷ, അലൻ തോമസ്, അശ്വിൻ, ജെഫോസൺ ഇവരെല്ലാം ദേവസേനയിൽ സമർപ്പിക്കുന്നു. ദൈവഹിതത്തിനനുസരിച്ച് പാർട്ട്ണറെ ലഭിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിവാഹം കഴിക്കാൻ കൂട്ടാക്കാത്ത മക്കളുണ്ട്. ദൈവഹിതപ്രകാരം അവർക്ക് ഒരു വിവാഹത്തിനുള്ള ഒരുക്കം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും ദേവസേനയിൽ സമർപ്പിക്കുന്നു. ചേപ്പാട്ട്മാർ ദിവാനിയുടെ ഓർമ്മയായി അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. തോമസ് വർഗീസ് അച്ഛനെ ആത്മാവിനെ സമർപ്പിക്കുന്നു.
മനോജ് നൈനാന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന ബെറ്റ്സി ലിലി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈ ജോൺ സാറിനെ ദിവസങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തരും അല്ലാത്ത മക്കളുടെയും ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ വാർദ്ധക്യത്തിലിരിക്കുന്നവർ, ആത്മീയ മനുഷ്യരായിരിക്കുന്നവർ, മെഡിക്കൽ ടീമിനെ സമർപ്പിക്കുന്നു. ആരോഗ്യം ഇല്ലാത്ത മക്കളുണ്ട്. പല വിധത്തിൽ ക്ലേശങ്ങളിലിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മക്കൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മേഴ്സി പവറാണ്. മേഴ്സി പവറിനെ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മേഴ്സി പവർ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. O Lord, our strength and our refuge, you know our deepest thoughts and hold us under your protection. Accept our simple services and our prayers. By the prayers of Saint Mary, who gave birth to you, and all of your saints, O God, forgive our debts and have mercy upon us. Remember, O Lord, in your kingdom to establish unity and perfect peace in your holy churches everywhere. Bless our churches and our parishes and make them true houses of prayer, healing, and spiritual growth. Bless our spiritual fathers, O Lord, His Holiness the Baba Tirumeni, all the respected metropolitans, the entire order of clergies, shamashans, and all who serve your church, O Lord. Strengthen them to guide the flock faithfully, granting them the wisdom to shepherd the faithful to your divine will. O God, we lift up the Bharta Maria Samajam to you. We ask for your blessings upon this organization and all its members. We pray for the civil authorities and the rulers throughout the world. Grant them wisdom, justice, and courage to govern righteously. We pray for your compassion on those burdened and suffering at this time. Visit them and heal the sick and all who are awaiting surgery, O Lord. Grant courage and peace of mind. Grant skill and steady hands to the surgeons, doctors, and nurses for a swift and complete recovery. Deliver, O Lord, those subject to injustice and those held unjustly in prisons. Intercede to break their chains, bring them vindication, and inspire those who minister to the imprisoned. O Lord, bring an end to all the war and conflict, especially the one that's happening over here, granting true and lasting peace to Ukraine and the Middle East. O Lord, deliver us from all moral and spiritual evil and all the wickedness of men. Lord, provide for the poor, the hungry, and the homeless. Bless and multiply the efforts of all the organizations who are dedicated to charity and relief. O Lord, shield the children from every harm. For all students, bless their work to acquire knowledge. Grant them clear minds to learn and courageous heart to speak the truth. Lord, help them to value wisdom above all worldly success. For the youth, we pray, guide them through the pressures and temptations of this age. O Lord, give the strength to choose what is right. Grant patience to the wisdom to parents and guardians, and sustain the elderly members in health and wellness, and inspire to treat them with honor and care. O Lord, we pray to the whole world, the earth, and all the living creations that you have made splendidly. We thank you, O Lord. We pray that those who have submitted requests through the prayer cell and have requested us to pray during this prayer time, pour forth your divine peace, graciously answer every sincere supplication, and guide in your great ways. Hear our prayers, O Lord, and pray for us, O Lord, praying in the name of the Father, the Son, and the Holy Spirit, now and always, forever and ever. Amen. Amen. Come on, the love of God, the Father, grace of the only begotten Son, the fellowship and indwelling of the Holy Spirit, be with us all forever and ever. Amen. Amen. Mary Chako. Praise be to the triune God. I thank the Lord for his abundant mercy and grace that have brought us together in prayer. We also thank our Blessed Mother Mary, whose loving intercession continues to draw us closer to God. Heartfelt thanks to His Grace, Dr. Thomas Mar Vanios, for his guidance and presence, and to Reverend Father Ebby Abraham for his dedicated leadership and constant support. Thank you, Reverend Father Jitin Zachariah, for your inspiring message on St. Luke chapter 13, verse 22 to 35. Reminds us to strive to enter through the narrow road, for many will seek to enter but would not be able. The narrow path is the way of repentance,
humility, and love, a life shaped by sincere obedience and compassion. During the Holy Kurbana, we receive a sacred invitation to walk this very path with Christ. Grateful thanks to Shanti John and Asha Varghese for leading us in beautiful songs of worship. To Jesse Abraham, Susama Thomas, and Marina Thomas for today's scripture readings. And to Mercy Pawar for leading us into intercessory prayer, a reminder of strength we find when we lift one another before God. Special thanks to Elizabeth Ante for coordinating our Friday fasting prayer each week, to the Kwachamas for their gracious presence and encouragement, and to all MMBS unit secretaries and office bearers, especially Sheena and Shini for their continued support. Thank you all for joining faithfully each week. Your presence makes us gathering truly meaningful and blessed. Have a wonderful and blessed day. Thank you. Okay, thank you, Mary Chako, and welcome to Baby Michael Punath also. Thank you.